ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണോ അതോ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണോ മികച്ച പ്രധാനമന്ത്രി എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. അതിനാദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഇരുവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. ആദ്യം നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ അച്ചീവ്മെൻറ്റ്സ് നോക്കാം. ഇന്ദിരാഗാന്ധിയുടെ ഒന്നാമത്തെ അച്ചീവ്മെൻറ്റ് ഹരിത വിപ്ലവമായിരുന്നു. ഹരിത വിപ്ലവത്തിന് മുമ്പ് ഇന്ത്യ ഭക്ഷ്യ ഇറക്കുമതി നടത്തുന്ന ഒരു രാജ്യമായിരുന്നു. അതായത് ഇന്ത്യക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എന്നാൽ ഹരിത വിപ്ലവത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾ, ആധുനിക ജലസേചന വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത ഇന്ത്യ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അതാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ അച്ചീവ്മെൻറ്റ് ഹരിത വിപ്ലവം. അടുത്ത ഇന്ദിരാഗാന്ധിയുടെ എടുത്തു പറയേണ്ട ഒരു അച്ചീവ്മെൻ്റാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാക്കുകയും ചെയ്തു. ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അടുത്ത് ബാങ്കുകളുടെ ദേശസാൽകൃതമാണ്. 1969 ഗ്രാമീണ കാർഷിക മേഖലകൾക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കാൻ അവർ 14 പ്രധാന ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ നീക്കം. ഈ നീക്കം ഗ്രാമീണ കർഷകർക്ക് അനായാസം ലോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. അങ്ങനെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പോഷിപ്പിച്ച ഒരു ഘടകമായിരുന്നു ബാങ്കുകളുടെ ദേശസാൽകൃതം. അടുത്തത് 1974 പൊക്രാൻ ആണവ പരീക്ഷണമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആണവശേഷിയുടെ പരീക്ഷണം നടത്തുന്നത്. ആ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ഒരു ആണവ ശക്തിയായി മാറുന്നത്. അപ്പം ഇന്ത്യയെ ഒരു ആണവ ശക്തിയാക്കി മാറ്റിയതിൽ ഇന്ദിരാഗാന്ധി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ വളരെ ശക്തിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അടുത്തത് സാമൂഹ്യക്ഷേമ പരിപാടികളാണ്. ഗരീബി ഹഠാവോ, അതായത് ദാരിദ്ര്യം നീക്കം ചെയ്യുക പോലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു. സാമ്പത്തിക ഇക്വിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന മുൻ രാജകുടുംബത്തിലെ സ്വകാര്യ പേഴ്സുകളും അവർ നിർത്തലാക്കി. അതായത് സാമൂഹിക ക്ഷേമത്തിനു വേണ്ടി ഗരീബി ഹഠാവോ പോലെ ഒട്ടനേകം പദ്ധതികൾ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയുണ്ടായി. അത് അവരുടെ എടുത്തു പറയേണ്ട ഭരണ നേട്ടമാണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് അവരുടെ നേതൃത്വം വിവാദങ്ങളെ നേരിട്ടിട്ടുണ്ടെങ്കിലും ജനസംഖ്യാ നിയന്ത്രണത്തിനും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വളരെ മികച്ചൊരു ഭരണ നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. അതും അവരുടെ എടുത്തു പറയേണ്ട അച്ചീവ്മെൻ്റാണ്. അടുത്ത ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ആയുധധാരികളായ തീവ്രവാദികളെ നീക്കം ചെയ്യുന്നതിനായി സുവർണ ക്ഷേത്രത്തിലേക്ക്, അതായത് സിഖുകാരുടെ ഒരു ആരാധനാലയമായിരുന്നു സുവർണ ക്ഷേത്രം, അവിടെ തീവ്രവാദികൾ കിടക്കുകയുണ്ടായി. അപ്പോൾ അവരെ നീക്കം ചെയ്യുന്നതിന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന പേരിൽ ഇന്ദിരാഗാന്ധി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് അവർക്ക് പിന്നീട് അവരുടെ അസാസിനേഷൻ നടക്കുന്നത്, അതായത് അവർ കൊല്ലപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഇന്ദിരാഗാന്ധിയുടെ എടുത്തു പറയേണ്ട അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ബാങ്കുകളുടെ ദേശസാൽകരണം, പൊക്രാൻ ആണവ പരീക്ഷണം, സാമൂഹ്യ ക്ഷേമ പരിപാടികൾ, പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നിവയാണ്. പക്ഷേ എങ്കിൽ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഇവർക്കുള്ളപ്പോഴും ഇന്ദിരാഗാന്ധി ഒരു നെഗറ്റീവ് റോളിലേക്ക് കാണിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട കാരണം അടിയന്തരാവസ്ഥ കാലമാണ്. അതായത് 1975 മുതൽ 1977 വരെ ഇന്ദിരാഗാന്ധി ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സമയം പൗരാവകാശങ്ങൾ ലംഘിക്കുകയും രാഷ്ട്രീയ എതിരാളികൾ ജയിലിലാവുകയും അത്തരത്തിൽ സമൂഹത്തിന് വളരെ ദോഷകരമായി മാറാവുന്ന പല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ നമുക്ക് ഒരിക്കലും ന്യായീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കുറേ നല്ല വശങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടന്നായിരുന്നു. എന്നിരുന്നാൽ പോലും അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി ഒരു നെഗറ്റീവ് റോളിലേക്ക് നിർത്തുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇനി നമുക്ക് നോക്കേണ്ട വ്യക്തി നരേന്ദ്രമോദിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കാവുന്നതാണ്. നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ അച്ചീവ്മെൻറ്റ് നടക്കുന്നത് സാമ്പത്തിക പരിഷ്കാരങ്ങളിലാണ്. അദ്ദേഹം GST കൊണ്ടുവരികയും ഇന്ത്യയുടെ സങ്കീർണമായ നികുതി സമ്പ്രദായത്തെ ഏകീകൃത നികുതി ഘടനയാക്കി മാറ്റുകയും ചെയ്തു. അതായത് എല്ലാവർക്കും വളരെ എളുപ്പം സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം GST അവതരിപ്പിച്ചു. മറ്റൊന്ന് നോട്ട് നിരോധനമാണ്. കള്ളപ്പണം തടയൽ, ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു നോട്ട് നിരോധനം നടപ്പാക്കിയത്. എന്നാൽ നോട്ട് നിരോധനത്തിന് ഒരുപാട് നെഗറ്റീവായ വശങ്ങളുണ്ട്. ഇന്ത്യയിലെ പല പൗരന്മാർക്കും നോട്ട് നിരോധനം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. എക്കണോമിയുടെ ചില ഭാഗങ്ങൾ തീർത്തും തകർന്നു പോകാനും നോട്ട് നിരോധനം കാരണമായി. അതൊരു അച്ചീവ്മെൻ്റായി പറയുമ്പോഴും അതൊരു റിമാർക്ക് കൂടിയാണെന്ന് പറയേണ്ടി വരും. അടുത്തത് മേക്ക് ഇൻ ഇന്ത്യയാണ്.
ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ത്യയെ ഒരു ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അതായത് ഇന്ത്യ ഒരു ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ മോദിയുടെ ഒരു അച്ചീവ്മെൻ്റാണ്. അടുത്ത അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ്. അതിൽ ഒന്നാമത്തെ സ്മാർട്ട് സിറ്റി മിഷൻ. നഗര നവീകരണത്തിനും സുസ്ഥിരവും പൗരസൗഹൃദ നഗരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഭാരത് മാല, സാഗർമാല പദ്ധതികൾ മെച്ചപ്പെട്ട റോഡ്, തുറമുഖ കണക്ടിവിറ്റി, ലോജിസ്റ്റിക്സും വ്യാപാര കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നു. അടുത്ത ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ്. ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ട് ജപ്പാനുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ പദ്ധതി ആരംഭിച്ചു. അടുത്തത് സാമൂഹ്യക്ഷേമ പരിപാടികളാണ്. അതിൽ സ്വച്ഛ് ഭാരത്, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്നിവ ഉൾപ്പെടുന്നു. ഇതും മോദിയുടെ ഒരു അച്ചീവ്മെൻ്റാണ്. അടുത്ത ഡിജിറ്റൽ പരിവർത്തനമാണ്. അതായത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചതും അതുമൂലം ഡിജിറ്റൽ മണിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഇ ഗവേണൻസ്, ഡിജിറ്റൽ സാക്ഷരത എന്നിവ മോദിയുടെ ഭരണകാലത്ത് ധാരാളമായി വർദ്ധിപ്പിച്ചു. ഇത് മോദിയുടെ ഒരു വലിയ നേട്ടമാണ്. അടുത്തത് വിദേശ നയത്തിൻ്റെയാണ്. വിദേശ നയമാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മോദിയുടെ ഭരണകാലത്ത് എസ് ജയശങ്കറിനെ പോലെ വളരെ കാര്യക്ഷമമായ ഒരു മിനിസ്റ്റർ വിദേശകാര്യത്തിന് ഇന്ത്യക്കുണ്ടായി. യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും വിദേശകാര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരുപടി മുന്നിൽ നിൽക്കുകയായിരുന്നു. രണ്ട് രാജ്യങ്ങളുമായും നല്ല രീതിയിലുള്ള ബന്ധം വെച്ചു പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായി വളരെ നല്ല വിദേശ ബന്ധം ഇന്ത്യക്ക് സ്ഥാപിക്കാനായി കഴിയുകയും ചെയ്തു. ചൈനയായി പോലും ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വിദേശ നയം ഇന്ത്യക്ക് മോദിയുടെ ഭരണകാലത്ത് സ്ഥാപിക്കാനായി കഴിഞ്ഞു. അടുത്ത സ്ത്രീ ശാക്തീകരണത്തിനാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ വിദ്യാഭ്യാസത്തിലും അവബോധത്തിലും പെൺകുട്ടികളുടെ നില മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരുപാട് പദ്ധതിയായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇത് മോദിയുടെ ഒരു അച്ചീവ്മെൻ്റാണ്. അടുത്തത് COVID-19 പ്രതിരോധമാണ്. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും കോവിഡ് വ്യാപകമായ സമയത്ത് COVID-19 വാക്സിൻ ഉൾപ്പെടെ നൽകിക്കൊണ്ട് രാജ്യത്തെ കോവിഡിൽ നിന്ന് രക്ഷിക്കാൻ മോദി അക്ഷീണ പ്രയത്നം നടത്തിയിട്ടുണ്ട്. അതും മോദിയുടെ എടുത്തു പറയേണ്ട അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇനി ഇതൊക്കെയാണ് രണ്ടുപേരുടെ പറയാനുള്ള പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ്. ഇനി ആരാണ് മികച്ച പ്രധാനമന്ത്രി എന്ന് നോക്കാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ഒരു യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. എന്നാൽ മോദിയുടെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു യുദ്ധവും ഇന്ത്യക്ക് നേരിടേണ്ടി പോലും വന്നിട്ടില്ല. മോദിയുടെ വിദേശ നയം ഇന്ദിരാഗാന്ധിയുടെ വിദേശ നയത്തേക്കാൾ അല്പം കൂടി മുൻപിൽ നിൽക്കുന്നതാണെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. സാമ്പത്തിക മേഖലയിലാണെങ്കിൽ ഹരിത വിപ്ലവം പോലുള്ള വലിയ കാര്യങ്ങളുമായി ഇന്ദിരാഗാന്ധി മികച്ചു നിൽക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ കാലത്തും രാജ്യം സാമ്പത്തികമായി പുരോഗതിയിലേക്കാണ് പോകുന്നത്, ഒരിക്കലും താഴ്ന്നു പോയിട്ടില്ല. അപ്പോൾ മോദിയും ആ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് ജനാധിപത്യത്തിനു മേലുള്ള ഏറ്റവും വലിയൊരു കടന്നുകയറ്റമായിരുന്നു. പൗരസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥ രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ നിഷേധിച്ചു. എന്നാൽ മോദിയുടെ ഭരണകാലത്ത് ചില കുതിര കച്ചവടങ്ങളും ചില സ്റ്റേറ്റിൽ ഭരണം പിടിക്കാനുള്ള കാര്യങ്ങളും മോദിയുടെ ഭരണകാലത്ത് നടക്കുന്നുണ്ട്. അതൊരിക്കലും ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായ അടിയന്തരാവസ്ഥ പോലൊരു കാര്യം ഇന്ത്യക്ക് മോദിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ മോദിയുടെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് നിർമ്മാണം, അതുപോലെ രാമക്ഷേത്ര നിർമ്മാണം. സുപ്രീം കോടതി വിധിയിലൂടെ ആണെങ്കിൽ പോലും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനും അതുപോലെ ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകാനും മോദിക്ക് സാധിക്കുകയുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ രണ്ടുപേരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള അവസരം മോദിയുടെ ഭരണകാലത്ത് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായി. ആ കാര്യം വളരെ നല്ല രീതിയിലാണ് മോദി കൈകാര്യം ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ പോലൊരു വളരെ നെഗറ്റീവായ ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നടക്കുകയുണ്ടായി. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഒരുപാട് രീതിയിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുകയും ഇന്ത്യയിലെ പൗരസ്വാതന്ത്ര്യം നിഷേധിക്കുകയും മറ്റ് ജനസംഖ്യ കുറയ്ക്കാനെന്ന് പറയുന്ന രീതിയിൽ വന്ധീകരണം നടത്തുക പോലും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാജ്യത്തിന് വളരെയധികം അപമാനകരവും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ മോദിയുടെ കാലത്തും ചില കുതിര കച്ചവടങ്ങൾ, ചില സ്റ്റേറ്റിൽ ഭരണം പിടിക്കാൻ വേണ്ടി കുതിര കച്ചവടമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പോലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അടിയന്തരാവസ്ഥ പോലൊരു കാര്യം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന അച്ചീവ്മെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നരേന്ദ്രമോദിയാണോ ഇന്ദിരാഗാന്ധിയാണോ മികച്ച പ്രധാനമന്ത്രി? നിങ്ങളുടെ ആൻസർ കമൻറ്റുകളായി അറിയിക്കുക.